ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് LPUP സിലബസ് അതേപോലെ LDC സിലബസ് രണ്ടിലുമുള്ള ഒരു ടോപ്പിക്കാണ് മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം. ഇങ്ങനെ 4 ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോയിൽ ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്താണ് സംഭവം എന്ന എക്സ്പ്ലനേഷൻ, അതേപോലെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ 4 ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ വീഡിയോ ഉപകാരപ്പെടും, ചോദ്യം ഉറപ്പായിട്ടും അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നീ പറയുന്നത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഓൾ ഓഫ് യു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മലയാളി മെമ്മോറിയൽ എന്താണെന്ന് നോക്കാം. അപ്പം ഈ ആദ്യം കാണുന്ന സ്ക്രീനിൽ തന്നെ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണന്മാരെ നിയമിച്ചിരുന്നതിൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അപ്പം മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നതാണ് ഒരു നിവേദനമാണ് അല്ലേ. ആർക്കാ സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാ? അത് ജോലിയിൽ എന്താണ് ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെ നിയമിച്ചതിൽ പ്രതിഷേധം അല്ലേ, ഒരു പ്രതിഷേധം അറിയിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മലയാളി മെമ്മോറിയൽ എന്ന് പറയും. ഇവിടെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ഈ മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോക്കൂ, തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? GP പിള്ള. ഇതും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 2 കാര്യമൊക്കെ ആണല്ലോ. അതേപോലെ നോക്കിയേ, ആരെല്ലാമാണ് ഇതിന് മുൻകൈ എടുത്ത് അല്ലേ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാൻ മുൻകൈ എടുത്ത്? ആരൊക്കെ മുൻകൈ എടുത്തത്? നമ്മൾ ഓൾറെഡി ഒരെണ്ണം പറഞ്ഞു, ആരാണ്? GP പിള്ള പറഞ്ഞു. രണ്ടാമത്തെ ആരാ? KP ശങ്കരമേനോൻ. മൂന്നാമത്തെ ആരാ? CV രാമൻപിള്ള. ഇവരാണ് ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാൻ മുൻകൈയെടുത്ത്. ഇത്ര മനസ്സിലായല്ലോ. ഇനി എന്നാ സമർപ്പിച്ചെന്ന് നോക്കി, 1891 ജനുവരി മാസമാണ് സമർപ്പിച്ചത്. അപ്പോൾ ഇത്ര കാര്യം ഓർത്തല്ലോ. അതേപോലെ അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഏതാണ്? എത്ര പേരാണ് ഇതിൽ സൈൻ ചെയ്ത് ഒപ്പുവെച്ച്? എത്രയാ? 1028 പേരാണ്. അപ്പോൾ ഈ ആദ്യത്തെ സ്ക്രീനിൽ തന്നെ ഒരുപാട് ചോദ്യമുണ്ട്. ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിലാണ്. ആരൊക്കെയാണ് സമർപ്പിച്ചത്? നാട്ടുകാരെ സമർപ്പിച്ചത്. അത് ആരൊക്കെ നേതൃത്വം നൽകിയത്? GP പിള്ള, ശങ്കരമേനോൻ, CV രാമൻപിള്ളയാണ് എന്ത് ചെയ്തത്? നേതൃത്വം നൽകിയത്. എന്നാ സമർപ്പിച്ചത്? 1891 സമർപ്പിച്ചത്. എത്ര പേര് സൈൻ ചെയ്തു ഈ ഹർജിയിൽ? 1028 പേര് ഒപ്പിട്ടു. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണ് അവരുടെ പരാതി എന്ന് നോക്കാം അല്ലെ. ഈ എന്താണ് നിവേദനം നോക്കാം. ഈ നാട്ടുകാർക്ക് നാടിന്റെ ഭരണത്തിൽ നല്ലൊരു പങ്ക് നിഷേധിക്കപ്പെടുന്നതിനെതിരെയും പ്രത്യേകിച്ച് എന്താണ് സർക്കാർ സർവീസിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ നിന്ന് അവരെ മനഃപൂർവ്വമായി ഒഴിച്ചു നിർത്തുന്നു എന്നതായിരുന്നു അവരുടെ പരാതി. ഇത്രയൊക്കെയാണല്ലോ. അപ്പോൾ അവർക്ക് ഭരണത്തിൽ നല്ലൊരു പങ്ക് നിഷേധിക്കുന്നു, അതായത് സർക്കാർ ജോലികൾ എന്ത് ചെയ്യുന്നു, അതായത് ഉന്നത പദവികൾ എന്ത് ചെയ്യുന്നു, അവരെ മനഃപൂർവ്വം ഒഴിച്ചു നിർത്തുന്നു എന്നതാണ് പരാതി. മനസ്സിലായല്ലോ. ഇനി വ്യക്തമായിട്ട് ഒന്നുകൂടി ചോദിച്ചാൽ എന്താണ് അവരുടെ പർട്ടിക്കുലർ ആവശ്യം ചോദിച്ചാൽ നോക്കി, തിരുവിതാംകൂറിന് പുറത്തുള്ളവരെ അപേക്ഷിച്ച് നാട്ടുകാർക്ക് കൂടുതൽ ഉദ്യോഗങ്ങൾ ലഭിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണം എന്നതായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. മനസ്സിലായല്ലോ. ഇത്രയുമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നോക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു കാര്യങ്ങൾ മറക്കരുത്. ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതേപോലെ നോക്കി, അതിന് ചോദ്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് ചെറിയ കാര്യം കൂടെ നോക്കൂ. എതിർ മെമ്മോറിയൽ എന്ന ടോപ്പിക് ഉണ്ട്. എന്താണ് എതിർ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ, മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ അല്ലെ ഒരു നിവേദനം 1891 ജൂൺ 3-ാം തീയതി ആർക്ക് സമർപ്പിച്ചു? രാജാവായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ എന്ന് പറയുക. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഈഴവ മെമ്മോറിയലും എതിർ മെമ്മോറിയലും ഒരു എന്താണ് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ആദ്യത്തെ എന്താണ്, തമിഴ് ബ്രാഹ്മണർക്കെതിരെ നാട്ടുകാർ കൊടുത്തു. തിരിച്ചെന്താണ് അതിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ എന്ത് ചെയ്യുക കൊടുത്താണെന്ത് എതിർ മെമ്മോറിയൽ. അപ്പം എതിർ മെമ്മോറിയൽ ആരാണ് കൊടുത്തതെന്ന് വെച്ചാൽ എന്താ പറയുക, ആരൊക്കെയാണ് കൊടുത്തത്? തമിഴ് ബ്രാഹ്മണരുണ്ട്, ഹിന്ദു മലയാളികളുണ്ട്, ക്രൈസ്തവ മലയാളികളുണ്ട് അല്ലേ. അങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചേർന്ന് സമർപ്പിച്ചാണ് എന്താ പറയുക എതിർ മെമ്മോറിയൽ. വർഷം എന്നാണ് 1891 ജൂൺ 3. മനസ്സിലായില്ലേ. ആർക്കാ സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. എന്താണ് എതിർ മെമ്മോറിയലിന്റെ ഉദ്ദേശം? മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. ഇതുമൊക്കെയാണല്ലോ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം, വേഗം ഓടിച്ച് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, ശ്രദ്ധിച്ച് എന്ത് ചെയ്യാം, ഈ ആവശ്യമുള്ള പോയിന്റുകൾ എഴുതി വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നോക്കി ആദ്യത്തെ ചോദ്യം നോക്കൂ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് എന്നാണ് നമ്മൾ പഠിച്ചു. എന്നാണ് 1891 ജനുവരി 1-ാം തീയതിയാണ് സമർപ്പിച്ചത്. ഓക്കെ, മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? രാജാവിന് സമർപ്പിച്ചത് ആരാണ്?
ശ്രീമൂലം തിരുനാളാന്ന് പറഞ്ഞു. ആരാ സമർപ്പിച്ചത്? KP ശങ്കരമേനോനാണ് സമർപ്പിച്ചത്. അടുത്ത് നോക്കി, മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയതാരാണ്? CV രാമൻപിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാന്ന് ചോദിച്ചാരാണത്? അതും CV രാമൻപിള്ളയാണ്. ഓക്കെ ആണല്ലോ? ഇത്ര ഓക്കെ ആണല്ലോ? അപ്പോൾ ആരാണ് സമർപ്പിച്ചെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. KP ശങ്കരമേനോനാണ്. എഴുതി തയ്യാറാക്കിയതാരാണ്? CV രാമൻപിള്ളയാണ്. സമർപ്പിച്ചതെന്നാണ് 1891 ജനുവരി 1. ഇത്ര ഓക്കെ അല്ലേ? അടുത്ത് നോക്കൂ, തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, മലയാളി മെമ്മോറിയൽ. ഓക്കെ, അത് നോക്കി, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ്? KP ശങ്കരമേനോനാണ്. അതേപോലെ നോക്കൂ, മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിച്ച വർഷം 1891. തിരുവിതാംകൂർ പറഞ്ഞല്ലോ. ആ മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടു എന്നാണ് ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്, മലയാളി മെമ്മോറിയലാണ്. ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കേട്ടോ. അതേപോലെ നോക്കിയേ, മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ച വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 1028. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചതാരാണ്? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. KP ശങ്കരമേനോനാണ് അല്ലേ? രണ്ടാമത് വെച്ചതാരാണ്? മൂന്നാമത് വെച്ചതാരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി ഒപ്പുവെച്ചതാരാണ്? KP ശങ്കരമേനോനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത് നോക്കിയേ, മലയാളി മെമ്മോറിയൽ രണ്ടാമത് ഒപ്പുവെച്ചതാരാണ്? GP പിള്ളയാണ്. മൂന്നാമതായ ഡോക്ടർ പൽപ്പുവാണ്. അപ്പോൾ 1, 2, 3 കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചോളൂ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ നമ്മൾ പെടുവല്ലെങ്കിൽ. അപ്പോൾ മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. രണ്ടാമത് ഒപ്പുവെച്ചതാരാണ്? GP പിള്ളയാണ്. മൂന്നാമത് ഒപ്പുവെച്ചതാരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിയേ, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? T രാമറാവു ആയിരുന്നു. T രാമറാവു. അതേപോലെ മലയാളി മെമ്മോറിയലിന്റെ ആശയം ഉൾക്കൊണ്ട് ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയ നിവേദനത്തിന് പറഞ്ഞ പേരാണിത്? ഈഴവ മെമ്മോറിയൽ. നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ആശയം കിട്ടിയത് എവിടെ നിന്നാണ്? മലയാളി മെമ്മോറിയലിൽ നിന്നാണ് ഒരാശയം വന്നത് അല്ലേ? അങ്ങനെ ആരാ സമർപ്പിച്ച് ഈഴവ മെമ്മോറിയൽ? പൽപ്പു. നമുക്ക് പഠിക്കാതെ. അടുത്ത് നോക്കി, തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖയുടെ കർത്താവാരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് അല്ലേ? അതേ നോക്കൂ, മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള രേഖാലംഘന പത്രം ഏതാണ്? മിതഭാഷി. ഇപ്പം ഇതൊന്നും മറക്കണ്ട. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലേ, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് നമ്മൾ CV രാമൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതേ പബ്ലിഷ് ചെയ്ത പത്രം ഏതാണ്? മിതഭാഷിയാണ്. മിതഭാഷി. അതപ്പോൾ നോക്കൂ, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാനുള്ള നിയമോപദേശം നൽകി ഇംഗ്ലീഷുകാരനാണ്? നോർട്ടൺ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാനുള്ള നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരനാരാണ്? നോർട്ടൺ. മറക്കണ്ട. അതുപോലെ നോക്കി, മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ സമർപ്പിച്ച നിവേദനം അറിയപ്പെടുന്ന നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതാണ്? എതിർ മെമ്മോറിയൽ അല്ലേ? ആർക്കാ കൊടുത്തത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത് അല്ലേ? അത് ഡേറ്റ് എന്നാണ്? 1891 ജൂൺ 3. അപ്പോൾ മലയാളി മെമ്മോറിയൽ എന്നാണ്? 1891 ജനുവരി മാസമാണ്. ഇതെന്നാണ്? ജൂൺ മാസമാണ്. ഇത്രയൊക്കെയാണല്ലോ. എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? E രാമയ്യർ, രാമനാഥൻ റാവു. ഇവരാണ് ഏതിന് നേതൃത്വം നൽകിയത്? എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകി. ഇത്രയൊക്കെയാണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഏതാണ്? ഈഴവ മെമ്മോറിയലാണ് അല്ലേ? ഈഴവ മെമ്മോറിയലാണ് അടുത്ത് നോക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയോ, തിരുവിതാംകൂറിൻ്റെ മൊത്തം ജനസംഖ്യയുടെ 1/5 ഉണ്ടായിരുന്നിട്ടും ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ നാമമാത്ര പ്രാതിനിധ്യം പോലും ഇല്ലായിരുന്നു. മനസ്സിലായല്ലോ? അപ്പം ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ എന്താണ്? തിരുവിതാംകൂറിൻ്റെ 1/5 ആരാണ്? ഈഴവരാണ്. അപ്പം എന്നാൽ സർക്കാർ ജോലി റേഷ്യോ എടുത്ത് നോക്കുവാണെങ്കിൽ അവർക്ക് പേരിന് പോലും എന്താണ്? പ്രാതിനിധ്യം ഇല്ല എന്ന തോന്നലാണ് ഇതിന് കാരണമായത്? ഈഴവ മെമ്മോറിയലിന് കാരണമായത്. മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടുകൾ പലതും സഹിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ പല ഈഴവ സമുദായാംഗങ്ങൾക്കും ഉദ്യോഗം അന്വേഷിച്ച് രാജ്യത്തിന് പുറത്തു പോകേണ്ടി വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്? ഈഴവർക്ക് അർഹമായ പ്രാതിനിധ്യത്തോടെ ജോലി കൊടുക്കണം, സർക്കാർ ജോലി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി സമർപ്പിച്ച ഇതിന് പറഞ്ഞ പേരാണിത്? ഈഴവ മെമ്മോറിയൽ. രണ്ടും എന്താണ്? മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഒക്കെ എന്താണ്? ജോലിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലേ? ഇത് നോക്കി, ഇതിൽ ഒപ്പുവെച്ച ആളുകളുടെ എണ്ണം എത്രയാ?
13,176 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോണം. 13,176 ഇതിന് ഒപ്പിട്ടത്, ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കുമ്പം ഒപ്പിട്ടവരുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. വ്യക്തമായിട്ട് എന്താണ് നമ്മുടെ സിലബസിൽ പറഞ്ഞ ടോപ്പിക്കാണ്, SSC ടെക്സ്റ്റ് ബുക്കുകളുടെ കാര്യമാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ നമ്പർ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം കേട്ടോ. അതേപോലെ നോക്കി എന്നാണ് സമർപ്പിച്ചത് നോക്കി, 1896 സെപ്റ്റംബർ 3, 1896 സെപ്റ്റംബർ 3 ഇത് സമർപ്പിച്ചത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാ സമർപ്പിച്ചത്? അതും ശ്രീമൂലം തിരുനാളിന് തന്നെ. ആർക്കാ സമർപ്പിച്ചത്? രണ്ടും ശ്രീമൂലം തിരുനാളിന് തന്നെയാണ് സമർപ്പിച്ചത്. മനസ്സിലായല്ലേ? നോക്കി ഇനി അടുത്തൊരു കാര്യം നോക്കി, അങ്ങനെ ഈഴവ മെമ്മോറിയൽ അവർ അംഗീകരിച്ചു ഇല്ലെന്ന് നോക്കി. എന്നാൽ ഹർജിയിലെ ആവശ്യങ്ങൾ ദിവാൻ ശങ്കര സുബ്ബയ്യൻ, മനസ്സിലായില്ല? അപ്പം ആ സമയത്ത് ദിവാൻ ആരാണ്? ശങ്കര, ആദ്യത്തേത് രാമറാവു ആണ്, ഇപ്പോഴത്തെ ആരാണ്? ശങ്കര സുബ്ബയ്യൻ നിരസിച്ചു കളഞ്ഞു. മനസ്സിലായില്ലേ? നിരസിക്കുകയാണ് ചെയ്തത്, അത് സ്വീകരിച്ചില്ല. തുടർന്ന് മറ്റൊരു ഹർജി, അതിന് പറഞ്ഞ പേരാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ. ആദ്യം കൊടുത്ത ഹർജി എന്ത് ചെയ്തു? അത് നിരസിച്ചു, തള്ളിക്കളഞ്ഞപ്പോൾ അവർ ഇത് വീണ്ടും രണ്ടാമതൊരു ഹർജി ആർക്ക് കൊടുത്തു? വൈസ്രോയി കഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചു. വർഷം എന്നാ 1900 ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ വൈസ്രോയിക്കാണ് എന്ത് ചെയ്തത്? സമർപ്പിച്ചത്. വർഷം ഏതാ? 1900. മനസ്സിലായല്ലോ? എപ്പോഴാണ് സമർപ്പിച്ചത്? കഴ്സൺ തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? സമർപ്പിച്ചത്. നോക്കി, എന്നാൽ എന്താണ് ഈ കാര്യത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിലപാട് നോക്കി? നാട്ടുരാജ്യങ്ങളിലെ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാൻ ബ്രിട്ടന് താല്പര്യമില്ലെന്ന നിലപാടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സ്വീകരിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കാര്യവും ഓർത്തിരിക്കുക. അപ്പം ആദ്യം ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു, രണ്ടാമത് ആർക്ക്? അപ്പം അതെന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. രണ്ടാമത് എന്ത് ചെയ്തു? അവർ രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്ന സംഭവം ആർക്ക് സമർപ്പിക്കുക? നമ്മുടെ കഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചു. ആ സമയത്ത് അവരുടെ നിലപാടെന്താണ്? നാട്ടുരാജ്യങ്ങളിലെ ചെറിയ കാര്യങ്ങളിൽ, അല്ലേ, ചെറിയ കാര്യങ്ങൾ, അവർ ബ്രിട്ടൻ രാജ്യങ്ങളും അല്ല അവരുടെ ഭരണവും കോളനി വ്യവസ്ഥയൊക്കെ സംബന്ധിച്ച് നോക്കുന്നതാണ് വളരെ വളരെ ചെറിയ കാര്യമാണ്. അപ്പോൾ നാട്ടുരാജ്യങ്ങളിലെ ചെറിയ കാര്യങ്ങൾ ഇടപെടാൻ ബ്രിട്ടന് താല്പര്യമില്ലെന്ന നിലപാട് ആര് സ്വീകരിച്ചു? അവർ സ്വീകരിച്ചു. മനസ്സിലായല്ലോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി, ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ഏതാണ്? പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ്, അല്ലേ, പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ്. എന്നാണ്? 1896 സെപ്റ്റംബർ 3 ആണ്. 1896 സെപ്റ്റംബർ 3 ആണ്, അല്ലേ. ഇനി ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാ? 13,176 ആണ്. 13,176. അതേപോലെ നോക്കി, ഈഴവ മെമ്മോറിയൽ, അല്ലേ, അതിൻ്റെ നായകൻ എന്ന് പറയപ്പെടുന്ന ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ദിവാൻ, അത് നമ്മൾ പറഞ്ഞിരുന്ന ആരാണ്? ശങ്കര സുബ്ബയ്യർ. അപ്പോൾ നോക്കി, രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്നാണ്? വർഷം ഞാൻ ടൈപ്പ് ചെയ്ത് മിസ്റ്റേക്ക് വന്നു പോയതാണ്. വർഷത്തെയാണ്? വർഷം 1990. അത് നമ്മുടെ അടുത്ത കാലമല്ലേ? എത്രയാണ്? 1900 മനസ്സിലായില്ലേ? രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1900 ആണ്, നമ്മൾ പഠിച്ചല്ലോ. അതുപോലെ നോക്കി, ഏത് വൈസ്രോയിക്കാണ് സമർപ്പിച്ചത്? അത് കഴ്സൺ പ്രഭുവിനാണ് വർഷവും കൊടുത്തു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ പഠിച്ചു, എതിർ മെമ്മോറിയൽ പഠിച്ചു, ഈഴവ മെമ്മോറിയൽ പഠിച്ചു. അടുത്തേതാണ് നിവർത്തന പ്രക്ഷോഭമാണ്. നോക്കി, എന്താ സംഭവം നോക്കി, തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾ സംഘടിച്ച് നടത്തിയ സമരത്തിന് പറഞ്ഞ പേരാണത് നിവർത്തന പ്രക്ഷോഭം. മനസ്സിലായല്ലോ? ഈ പ്രക്ഷോഭത്തിൻ്റെ ഉപജ്ഞാതാരാണ്? IC ചാക്കോയാണ്. മനസ്സിലായല്ലോ? അപ്പം എന്താണ് നിവർത്തന പ്രക്ഷോഭം എന്ന് വെച്ചാൽ, തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം, അല്ലേ, ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾ സംഘടിച്ച് നടത്തിയ സമരത്തിന് പറഞ്ഞ പേരാണത് നിവർത്തന പ്രക്ഷോഭം, അല്ലേ. ഉപജ്ഞാതാവാരാണ്? IC ചാക്കോയാണ്. ഇത്ര ഓക്കെ ആണല്ലോ? നോക്കിയേ, ഇതിനായി, അല്ലേ, ഈ ആവശ്യത്തിനായിട്ട് എന്ത് ചെയ്തു നോക്കി, 1932 ഡിസംബർ 17 ഓൾ ട്രാവൻകൂർ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് അല്ലെങ്കിൽ സംയുക്ത രാഷ്ട്രീയ സമിതി എന്നൊരു സംഘടന രൂപീകരിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഘടന ഏതാണ്? സംയുക്ത രാഷ്ട്രീയ സമിതി എന്നൊരു സംഘടന രൂപീകരിച്ചു. നോക്കി, ആരൊക്കെയാ അതിലുള്ളത് നോക്കി, NV ജോസഫ്, TM വർഗീസ്, C കേശവൻ, P കുഞ്ഞല്ലേ, മുൻനിരയിൽ പ്രക്ഷോഭം, ഇവരാണ് അതിൻ്റെ നേതൃത്വം നൽകി. ആരൊക്കെയാണ്? ഇവരാണ് NV ജോസഫ്,
മനസ്സിലായല്ലോ. അപ്പോൾ ആരാണ് നേതൃത്വം നൽകിയെന്ന കാര്യം നമുക്ക് മനസ്സിലായി. അടുത്ത് നോക്കി. അടുത്ത് നോക്കൂ. തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷുബ്ധമാക്കിയ സമരത്തിനൊടുവിൽ നിവർത്തന പ്രക്ഷോഭം നല്ല എന്ത് ചെയ്യുക, നല്ല സ്ട്രോങ് ആയ സമരം അല്ലേ. ഈ ആവശ്യങ്ങൾ സർക്കാർ എന്ത് ചെയ്തു, അംഗീകരിച്ചു അല്ലേ. തുടർന്ന് ഉദ്യോഗസ്ഥ നിയമനം വിശദമായി പരിശോധിക്കുന്ന ഗവൺമെന്റ് തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ഡോക്ടർ GD നോക്സിനെ, പേര് മറക്കണ്ട, GD നോക്സ് ആരുമായി ബന്ധപ്പെട്ടാണ്, നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് സ്പെഷ്യൽ ഓഫീസറായി 1934 നിയമിച്ചു അല്ലേ. ഉദ്യോഗ നിയമനത്തിന് വേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുക. അപ്പം മനസ്സിലായില്ലേ. അപ്പം ആരാണ് ഇങ്ങനെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ വേണമെന്ന പഠനത്തിൻ്റെ മുൻകൈ എടുത്താരാണ് ഡോക്ടർ GD നോക്സ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്, ഉദ്യോഗ നിയമനത്തിന് വേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കലായിരുന്നു. മനസ്സിലായില്ലേ. ഇനി നോക്കി. 1935 മാർച്ച് 14 സമർപ്പിക്കപ്പെട്ട നോക്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം മൊത്തം ജനസംഖ്യയുടെ 2% സംഖ്യാബലമുള്ള സമുദായങ്ങൾക്കെല്ലാം അല്ലേ, മനസ്സിലായല്ലോ. ഇതാണ് റിപ്പോർട്ടിൽ ഒന്നാമത്തെ കാര്യം. എന്താണ്, മൊത്തം ജനസംഖ്യയുടെ 2% സംഖ്യാബലമുള്ള സമുദായങ്ങൾക്കെല്ലാം എന്താണ് ഗവൺമെൻറ് അവരുടെ പ്രാതിനിധ്യം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അതേപോലെ നോക്കി, സർക്കാർ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചു അല്ലേ. മനസ്സിലായില്ലേ. അപ്പോൾ ഇവർക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചു. ഈ രണ്ട് കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കാൻ തിരുവിതാംകൂർ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭം അറിയപ്പെടുന്ന പേരാണത് നിവർത്തന പ്രക്ഷോഭം. അത് പ്രീവിയസ് ഒരുപാടിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ചോദ്യം ഏതാണ്, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്, കേരള കേസരിയാണ്. കേരള കേസരിയാണ് കേട്ടോ. വർഷം 1932 നിവർത്തന പ്രക്ഷോഭം നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ നോക്കി, കേരളത്തിൽ തുടർന്നു വരുന്ന സാമുദായിക സംവരണം ഏത് പ്രക്ഷോഭത്തിൻ്റെ ഫലമാണ്, ഏത് പ്രക്ഷോഭ, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമാണ്. മനസ്സിലായില്ലേ. അത് നേതാക്കൾ നമ്മൾ പഠിച്ചായിരുന്നു. NV ജോസഫ്, C കേശവൻ, PK കുഞ്ഞ്, TM വർഗീസാണ് ചെയ്യുന്നത് ഇതിൻ്റെ നേതാക്കളെന്ന് പറയാം. അടുത്ത് നോക്കി, ഏതെല്ലാം സമുദായം പങ്കെടുത്തത്, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഈഴവരാണ് പങ്കെടുത്തത്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാരാണ്, C കേശവനാണ്. 1935 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാരാണ്, C കേശവൻ, 1935. അതേപോലെ ഈ നിവർത്തനം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവരാ, IC ചാക്കോയാണ്. IC ചാക്കോ. അതേപോലെ നോക്കി, PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്, നിവർത്തന പ്രക്ഷോഭമാണ്. മറക്കണ്ട കേട്ടോ. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. അതേപോലെ നോക്കി, നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്, C കേശവനാണ്. C കേശവൻ. അതേപോലെ നിവർത്തന മുഖപത്രം എന്ന് പറയുന്നതാണ് കേരള കേസരിയാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത് കേരള കേസരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുക ജിഹ്വ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്ത് നോക്കി, കേരളത്തിൽ തുടർന്ന് വരുന്ന സാമുദായിക സംവരണം ഏതിൻ്റെയാ, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന സാമുദായിക സംവരണം എന്ന് പറയുക. അടുത്ത് നോക്കി, നിവർത്തന പ്രക്ഷോഭത്തിനുള്ളിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്, സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. സംയുക്ത രാഷ്ട്രീയ സമിതി. മനസ്സിലായില്ലേ. ഇനി അതിൻ്റെ നേതാക്കൾ ആരൊക്കെയാ, C കേശവനും NV ജോസഫുമാണ്. അതേപോലെ നോക്കി, ആർക്കാ നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ ആരാണ്, T ഓസ്റ്റിനാണ്. T ഓസ്റ്റിൻ. അടുത്ത് നോക്കൂ, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ച വർഷം 1936 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതിൻ്റെ പേര് മാറിയേക്കുന്നതാണ്. പുതിയ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായ വർഷം എത്രയാണ്, 1956. അപ്പം PSC നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കും, മറന്നിരിക്കരുത്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ച വർഷം 1936, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ച വർഷം 1956 അല്ലേ. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ മേധാവി ആരാണ്, GD നോക്സ് ആണ്. അപ്പം ഇത്രയുമാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള 3-4 ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് പഠിച്ചത്, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, 4 ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിച്ച് ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.